നാളെ വൈകിട്ട് 5 മണിക്ക് കാസിനോ ഹോട്ടലിൽ കാണാന്ന് പറഞ്ഞു. മാഷ അവിടെ വന്നാ മതി. ഭഗവാനെ രക്ഷപ്പെട്ടു. മേനോൻ സാറിനെ കാണാമെന്ന് പറഞ്ഞല്ലോ. ഇനി സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ രോഹിണി കൂടെ ഉത്സാഹിക്കണം. കൂടെ ഉണ്ടാവല്ലോ ഇല്ലേ? ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ വരട്ടെ. പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ ഇറക്കാം. വേണ്ട. അല്ല, ഇതെവിടുന്നേ കാറ്? കമ്പനിയിൽ ഇതുപോലെ കുറെ ഉണ്ട്. ഒന്ന് ഞാൻ സംഘടിച്ചു. ഈ ഡ്രസ്സോ? നാട്ടിലെ അലക്ക് കമ്പനികൾ ധാരാളം അല്ലേ കുട്ടി? കാശ് കൊടുത്താ ഇതിന്റെ അപ്പൂപ്പൻ സൂട്ട് കിട്ടും. ഇപ്പൊ സുധീഷിനെ കണ്ട ശരിക്കും സുരേഷ് മേനോനാന്നേ തോന്നുന്നു. മണി 5 ആകുന്നതേ ഉള്ളൂ. ഒക്കെ കൂട്ടിരിക്കാം. അവിടെ പോലെ എന്താണിത്? കൊട്ടാരോ? സൂക്ഷിച്ചറിഞ്ഞോളിയ, ശില്പിക്കണ്ട. കാല് രാത്രി സംസ്കാരമില്ല. വണ്ടി അങ്ങോട്ട് മാറ്റിട്ടേക്ക്. എത്തിയല്ലോ. ഇതാണ് കക്ഷി. ഗുഡ് ഈവനിങ് മിസ്റ്റർ സുരേഷ് മേനോൻ. ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇതെന്താ എല്ലാവരും സുരേഷ് മേനോൻ സുരേഷ് മേനോൻ എന്ന് വിളിക്കുന്നത്? അത് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നതല്ലേ. ഒരു വിളിക്ക് 10 രൂപ വെച്ചാ കൊടുത്തിരിക്കുന്നത്. കാശ് കൊടുത്ത് ഇവിടെ അച്ഛാന്ന് വിളിക്കാൻ വരെ ആളെ കിട്ടും. വാ. സുരേഷ് മേനോൻ ഇയാളാ? ചുമ്മാതല്ല ബില്ല് മാറി കിട്ടാത്തത്. ഇവൻ സുരേഷ് മേനന്റെ ഓഫീസിലെ ക്ലർക്കാ. പിന്നെ ഓട്ടോ സൂട്ട് വിട്ടല്ലേ ക്ലാർക്കന്മാര് നടക്കുന്നത്. ശങ്കര, നീ കണ്ടില്ലേ സുരേഷ് മേനോൻ? ഇതല്ലോ അയാള്. അയാളെന്നെ ഇയാള്. പിന്നെന്താ? ഇയാള് വാലേ ബുക്ക് ചെയ്യാൻ വല നട. പിന്നൊരു കാര്യം, എല്ലാവരും ഞാൻ തന്നെ പറ്റിക്കാന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും ഞാൻ ജയിലാക്കും. ഇടൂ മാപ്പിള, അയാള് തന്നെ ഇയാള്. ഇയാളല്ല അയാള്. പിന്നെ ഇയാളല്ല. ഇയാൾ ആര്? ഇയാള് സുരേഷ് മേനോന്റെ ഓഫീസിലോട് തല്ലിപ്പിളി ക്ലർക്കാ. ഞാൻ കാര്യം പറയാം. ഇയാളെ ഇവിടെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും സലാം എന്ന് പറഞ്ഞു. നമ്മളെന്തിനാ വെറുതെ തർക്കം പിടിച്ചിട്ട് നമ്മൾ നേരിട്ട് അവിടെ പോയി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇയാളാണ് സുരേഷ് മേനോൻ. ഞാൻ പറഞ്ഞു ഇയാളല്ലാന്ന്. പണ്ടായി വെക്കുന്നോ? എത്ര രൂപ? 100 രൂപ. 100 രൂപ. 100 100 രൂപ എടുക്ക. കൈയോടെ രണ്ട് കൈ ഇങ്ങോട്ട് വെക്ക്. കൈ വെച്ചു അടിച്ചു. നിക്കട്ടെ. അല്ല അതെ, ആ കോട്ടിട്ടിരിക്കുന്ന ആളാരാ? പേരെന്താ? അദ്ദേഹമാണ് മിസ്റ്റർ സുരേഷ് മേനോൻ. താമസിക്കല്ലേ? താഴെ വാതറ. പിന്നൊരു കാര്യം, എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ നിന്നോണം. കേട്ടല്ലോ? തൊട്ടിത്തരം ഒന്നും കാണിക്കരുത്. തന്റെ ഈ ഏമ്പക്കം കോട്ട് പോയി ഉടച്ച് വിളമ്പരുത്. നിനക്കൊക്കെ നന്നാകാനുള്ള അവസാനത്തെ ചാൻസാ. മനസ്സിലായോ? അവരിങ്ങോട്ട് വരുന്നുണ്ട്. വിറയ്ക്കും വയർക്കും ഒന്നും ചെയ്യരുത്. വേഗം പറഞ്ഞു വിട്ടേക്കണം. ശരി. നമസ്കാരം. ഇതാണ് എന്റെ മാഷ്. കീരിക്കാട്ട് ചെലപ്പം പിള്ള. ഹലോ. കീരിക്കാട്ട് തിയേറ്റേഴ്സ്. ഇത് എന്റെ ട്രൂപ്പ് മെമ്പേഴ്സ്. എല്ലാവരും ഇരിക്കും. വേണ്ട, നിന്നോളാം. ഒരു കാര്യം ഉണർത്തിക്കാനാണ് ഇത്തരം വന്നത്. എന്താ പറഞ്ഞോളൂ. ഭാഗ്യവശാൽ വളരെയധികം ജന്മവാസനയുള്ള ഒരുപിടി കലാകാരന്മാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാമ്പത്തികമായി ഒരല്പം ക്ഷീണമുണ്ട്, രോഹിണിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിന് ഞാൻ നൃത്തമൊന്നും പഠിച്ചിട്ടില്ല. തമാശ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മേനോൻ സാറ് ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയും ഒപ്പം ഒരു പങ്കാളിയും ഒക്കെ ആയി കൂടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ രോഹിണി? അതിന് ഞാനെന്താ വേണ്ടത്? ഒരു ചെറിയ എമൗണ്ട് റേസ് ചെയ്ത് തൽക്കാലം ഞങ്ങളെ സഹായിക്കണം. എത്രയാ വേണ്ടത്? ഒരു 50,000 രൂപ.
അത്രേ ഉള്ളോ? 50,000 മതിയോ? ആ, ഒരു എമൗണ്ടായിട്ട് ചോദിച്ചേ ഉള്ളൂ. പണമല്ല. സാറ് ഞങ്ങളോട് ഉണ്ടാവണം, അതാ പ്രധാനം. $50,000 ചോദിച്ചത്. ദാ ഇരട്ടിയുണ്ട്. അതോ 1,00,000? ഞാൻ പാർട്ണറായിരിക്കുന്നു. നാളെ കാലത്തെ മാറിക്കൊള്ളൂ. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കൂല സാർ. അതൊക്കെ ഒന്ന് തൊട്ടോട്ട് മുതലാളി. കോട്ട് കൊണ്ടാ മതി. ഞാൻ തൊടുന്നില്ല. ചെക്ക് ഒന്ന് നോക്കട്ടെ. ശല്യപ്പെടുത്തുന്നില്ല. വരട്ടെ. ഒന്ന് നോക്കട്ടെ ചെക്ക്. മറ്റേ മതിടാ. ഇറങ്ങാം. അമ്മ ഒന്ന് നോക്കട്ടെ ചെക്ക് നോക്കട്ടെ. കേറിക്കോ കേറിക്കോ കേറിക്കോ. ഇങ്ങോട്ട് മാറിയല്ലോ. കേളോടോ. പിടിച്ചു വയ്ക്കാളെ പട്ടി ഞാൻ. അവരെ കേട്ടില്ല. ഏയ്, എന്റെ കാശാ എന്റെ കാശാ കാശ് തരാം. ഇനി ഇവിടുന്ന് തരാൻ നോക്കൂ. പോയിക്കോടാ പോയിക്കോ. അങ്ങനെ നിങ്ങളെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ശരിക്കും ഞാൻ തന്നെയാ സുരേഷ് മേനോൻ. ഞാൻ പാരമ്പര്യം തെറ്റിക്കുന്നില്ല പാട്ടി. പൂജാരിയാകാനാണ് എന്റെ വിധി. എന്താ കുട്ടി പറയണത്? ഇന്ന് വൈകിട്ട് ബാല ഇറങ്ങാറേണ്ടതാ. 10,000-20,000 രൂപ ടിക്കറ്റും വിറ്റ് കഴിഞ്ഞു. ഞാൻ പറയുന്ന സത്യം. ആ ചെക്ക് മാറില്ല. അയാള് സുരേഷ് മേനോനല്ല. സുരേഷ് മേനോനായിട്ട് അഭിനയിക്കായിരുന്നു. ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കില്ലായിരുന്നു. മാഷ് എന്നോട് ക്ഷമിക്കണം. കടം വാങ്ങിയിട്ട് എന്റെ ബാലയ്ക്ക് ഞാൻ കോപ്പുണ്ടാക്കിയേ. മര്യാദക്ക് കാശെന്നില്ലേ ഇന്ന് തന്നെ ശവടക്ക. ഇങ്ങോട്ട് തിരിഞ്ഞോക്കോ. മേത്തോട്ട് കളിക്കരുതല്ലോ, പറഞ്ഞിട്ട് പറഞ്ഞോളൂ. വെറുതെ ഇരിക്കണോ? അങ്ങനെ കിഴക്കമ്മാട്ടുകൂരിനെ പറ്റിച്ച് ഒരു തെണ്ടി ഇവിടെ രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം. ഇയാൾക്ക് എന്നെ തനിനെ മനസ്സിലായിട്ടില്ല. എന്തോട് ആദ്യം നിങ്ങൾ ചെയ്യണമെന്ന് അറിയോ? സുരേഷ് മേനോന്ന് പറഞ്ഞ് നമുക്ക് കള്ളച്ചിക്കെന്നില്ലേ നമുക്ക് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച്. അല്ല ഇവിടെ കലവല 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 പറയില്ല. എന്റെ ഇടപാടെ അയാളോടല്ല, ഇയാളോടാ. ഈ നക്കി നായരോട്. ഈ നക്കി എന്ന് പറഞ്ഞാലേ അയാൾ മാത്രമല്ല, അത് മനസ്സിലാക്കണം കേട്ടോ. പറഞ്ഞു കേൾക്കണു. ആദ്യം പോലീസിനെ കൂട്ടി രോഹിന്റെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് അവൻ ആരാണ് എന്താണെന്ന് അന്വേഷിച്ച ശേഷം അവിടെ ആക്ഷൻ എടുക്കാം. അല്ലാതെ ഇവിടെ കിടന്ന് മറ്റൊരു മറിച്ചും പറഞ്ഞത് എന്താ കാര്യം? എന്നാ ഞാൻ വരാൻ സ്റ്റേഷനിലേക്ക്. പിന്നെ ഒരു കാര്യം, വല്ല ഓടിപ്പകവരെ ശമ്പളം നടത്തിയാലല്ലോ അടിച്ചിന്റെ പൂട്ടല് കളക്ക് ഞാൻ. പിന്നെ നീ എഴുന്നേറ്റ് കളിക്കണ്ട. കുറച്ചു നേരം നീ തുടങ്ങിയിട്ട് ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമുള്ളതല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. അടി അടി പുറകെ ഞങ്ങളുണ്ട്. അടി എന്താ പാടുവോ അവളെ? ഒത്തില്ല. എന്താണ് ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. താടിക്ക് നീ പിടിക്കുക, പീടിക്ക്. അത് ഞാൻ പറഞ്ഞു. എന്താ ഇത്? സ്റ്റേഷനിലേക്ക് ആൾമാറാട്ടമോ? ആൾമാറാട്ടോ? ഞാനാണ് സുരേഷ് മേനോൻ. ഇങ്ങനെ പറഞ്ഞാ ഇവരെന്തിനാണ് ഈ കള്ളത്തിൽ കൊപ്പിട്ട് തന്നത്? പിടിക്കട്ടെ. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. നടക്ക്.
ആക്കിയതല്ല ആയതാ. നായരെ, ഒരു 10 രൂപ വിലയിട്ട് നിങ്ങൾ തന്നേക്ക്. ബാക്കി 20 രൂപയ്ക്ക് ആ വേനൽ തോന്നിക്കുന്ന സാധനം അതും തന്നേക്ക്. അത്രക്കൊന്നും വിലയില്ലെങ്കിലും ഞാൻ തീരെ കണ്ണിൽ ചോരയില്ലാത്തവനാവാൻ പാടില്ലല്ലോ. എനിക്കിത്തിരി വിഷം തന്നിട്ട് എല്ലാം കൂടെ എടുത്തോണ്ട് വെക്കോ. നായരെ, അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കലയിട്ട പശുവിന് ചെന പിടിക്കില്ല. താൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു. ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ, കാട്ടുകള്ളെ. ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. ഞാനും നിൽക്കൂല. നമുക്ക് 3 പേർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അന്തസ്സായിട്ട് പട്ടിണി കിടന്ന് മരിക്കാടേ. നന്ദി കേട്ടവന്മാരെ, എല്ലാരും കൂടെ ശവത്തി കുത്താടാ. തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കമായിട്ട് കുരിനെടുത്ത് നടക്കില്ല. മര്യാദക്ക് കാശ് തന്നില്ലേ ഇനി താനായിരിക്കും പോലീസ് സ്റ്റേഷൻ കിടന്ന് തല്ലുള്ള. മൊയിലാളി, എന്റെ മൊയിലാളി, 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 എന്താണ് ശങ്കര? എന്താ ഇത്? കാശ് കാശ് കാശോ? എവിടുന്ന്? ചെക്ക് മാറിയ കാശ്. എന്താ എന്താ? എന്റെ അമ്മോ. ഒരുത്തന്റെ ഒരു സഹായം വേണ്ട. എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ. എന്റെ കാശ് ആദ്യം ഇങ്ങോട്ട് തന്നേക്ക്. എനിക്ക് ഇത്തിരി വെറുതെ ഉണ്ട്. കാശ് ഒരു തെറ്റും ചെയ്യാത്ത ഒരുത്തനെ ജയിലിനകത്ത് പിടിച്ചിരിക്കുന്നു. ആദ്യം ആളെ പുറത്തിറക്കട്ടെ, എന്നിട്ട് തിരുവനിക്കാൻ കാശിന്റെ കാര്യമൊക്കെ. കേരളമല്ല. ആ വിവരം കിട്ടവന്മാരുടെ വാക്ക് വിശ്വസിച്ചത് കൊണ്ട് പറ്റിയ അപകടമാണ് സാർ. മോളിൽ നിന്നും ഫോൺ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പോഴും ആളറിയാതെ ഒഴുകുകയുള്ളൂ. സാറ് എന്നോട് ക്ഷമിക്കണം. സാരല്ല. എന്താ? സാർ, ഇങ്ങേര് പാവാണ് സാർ. ശിക്ഷിക്കണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ. എനിക്ക് വേണ്ടിയാണ് ഈ പാവം സുരേഷ് മേനോനായിട്ട് അഭിനയിച്ചത്. അഭിനയിച്ചെന്നോ? കുട്ടി, ഇത് തന്നെയാണ് സാക്ഷാൽ സുരേഷ് മേനോൻ. ഓഹോ, അപ്പൊ ഇവിടെയും കൊടുത്തു 10 രൂപ അല്ലേ? സമസ്താപരാസം, എല്ലാ പാപങ്ങളും ക്ഷമിച്ച് കാത്തു രക്ഷിക്കണം. അച്ഛനെ എന്തായി കാണിക്കുന്നത്? വിവരക്കേട് കൊണ്ടാ. കണ്ണി കുത്തു കൊണ്ടപ്പോഴേ മനസ്സിലായുള്ളൂ. മേനോ സാറിനെ നമ്മുടെ സമിതിയിൽ ഒരു സ്വീകരണം കൊടുക്കണം. വേണം വേണം. അതൊന്നും വേണ്ട, എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, അത് മതി. ആ ആശാന്റെ ചെക്ക് മാറിയല്ലോ അല്ലേ? അയ്യോ കൊള്ളാം, മാറിയോന്നോ? ശരി, ഇന്നു മുതൽ ശരിക്കും ഞാൻ ആശാന്റെ ട്രൂപ്പിലെ പാർട്ണറാണ്. സത്യം. എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനും അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. വേറൊരു കൂട്ടുകാരി, അത്രേ ഉള്ളൂ എനിക്ക്. മാത്രമല്ല, രോഹിണി ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ സ്നേഹിക്കുന്നവരല്ല നമ്മൾ വിവാഹം കഴിക്കേണ്ടത്, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ്. അങ്ങനെ രോഹിണിയെ സ്നേഹിച്ച ഒരാളെ രോഹിണി കൈവിട്ടു. പാവം ശിവസുബ്രഹ്മണ്യം. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും പറയണ്ട, എല്ലാം ഞാൻ അന്വേഷിച്ചറിഞ്ഞു. അയാൾ കുറെ കള്ളങ്ങൾ പറഞ്ഞു, അത്രയോടെ അയാൾ ചെയ്ത് തെറ്റ്. നമുക്കെല്ലാം പറ്റിയതുപോലെ തന്നെ ചില ചുറ്റുപാടിൽ അങ്ങനെ പറഞ്ഞുപോയി. അതിനോട് ഇത്രമാത്രം അയാൾ വെറുക്കണോ? എങ്കിൽ രോഹിണിയും ഞാനും എന്നെ രോഹിണിയൊക്കെ വെറുക്കണ്ടേ? എന്തോന്നും മിണ്ടാത്തത്? അല്ല, ഇനി മിണ്ടിയിട്ടും ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. അയാളുടെ ജീവിതം കഴിഞ്ഞില്ലേ? അതെ, ഇന്ന് അയാൾ അമ്പലത്തിലെ പൂജാരിയാവുന്ന ദിവസമാണ്. പിന്നെ അയാളെന്നും ആ 4 അമ്പലത്തിനുള്ളിൽ ജീവിതം നഷ്ടപ്പെട്ട് ജീവിക്കും. അതിന് കാരണക്കാർ രോഹിണിയാണ്. ആ കുറ്റത്തിന് മാത്രം രോഹിണിക്ക് ഒരിക്കലും ആരും മാപ്പ് തരില്ല. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. വൈകിപ്പോയി, ഇനി അല്പനേരമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് രോഹിണി അവിടെ എത്തില്ല. പൂജ കഴിഞ്ഞ് നടക്കലിൽ 3 പ്രാവശ്യം നെറ്റി തൊട്ട് നമസ്കരിച്ചാൽ അയാൾ പൂജാരിയാവും. പിന്നെ രോഹിണിക്ക് ഒരിക്കലും അയാൾ തിരിച്ചു വിളിക്കാനാവില്ല.
എവിടെ പോകുന്നു? കരയണ്ട, രോഹിണി വൈകിയില്ല. നടക്കലിൽ നെറ്റി തൊട്ടാൽ ബ്രഹ്മചാരിയാവുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ശ്രീകോവിൽ കയറി വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയാലേ പൂജ പൂർത്തിയാവും. അത് ഞാൻ പറഞ്ഞില്ല. കാരണം ശിവസുബ്രഹ്മണ്യം എത്ര വേദനിച്ചുവെന്ന് രോഹിണി അറിയണമെങ്കിൽ അതിന്റെ ഒരംശം വേദനമെങ്കിലും രോഹിണി അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സോറി. എന്റെ ജോലി പൂർത്തിയായി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.